ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നപ്പോൾ പുതു തമ്മിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇലക്ഷനൊക്കെ ആവാറായിട്ട്, അതായത് ഇലക്ഷനൊക്കെ ഇപ്പോൾ അടുത്താവും. ഈ ഒരു മാസം അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ ഇലക്ഷനൊക്കെ ആവും. അപ്പോൾ ഇലക്ഷനിൽ ഇപ്പോൾ കുറേ പേര് ആദ്യമായിട്ട് വോട്ട് ചെയ്യണവരുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വോട്ടിങ് കുറേ സ്ഥലം മാറ്റിയവരുണ്ടാവും, അതായത് പേര് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മാറ്റിയവരുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് നമ്മുടെ പേര് ഇലക്ഷൻ്റെ ലിസ്റ്റിൽ, അതായത് വോട്ടിങ്ങിൻ്റെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പറ്റും. അതായത് നമ്മുടെ ജസ്റ്റ് വെബ്സൈറ്റിൽ നമ്മുടെ പേരിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ പേര് നമ്മുടെ വോട്ടിംഗ് ഇലക്ഷൻ്റെ ലിസ്റ്റിലുണ്ടോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഇത് നോക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുക്കണമെങ്കിൽ മൊബൈലിലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് എടുത്ത് ചെയ്യുന്നത്. അതിനുശേഷം voters.eci എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുകൊണ്ട് വെബ്സൈറ്റ് വരും. അതായത് voters.eci.gov.in അതാണ് വെബ്സൈറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതായത് നമ്മുടെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷനുകൾ കാണാം, ന്യൂ രജിസ്ട്രേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം. അപ്പോൾ ഈ സൈഡിലായിട്ട് നമ്മുടെ ഇവിടെ ഒരു സംഭവം 4 സംഭവം ഉണ്ട്. അതിൽ സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനുകളുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ. ഒന്ന് സെർച്ച് ബൈ എപ്പിക്ക്, ഒന്ന് സെർച്ച് ബൈ ഡീറ്റെയിൽസ്, ഒന്ന് സെർച്ച് ബൈ മൊബൈൽ. അത് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് പുതിയ ID കാർഡ് എടുത്തവർക്കാണ് മൊബൈൽ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലേ കിട്ടുള്ളൂ, കാരണം പുതിയ ആൾക്കാർ വോട്ടേഴ്സ് ID കാർഡ് എടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയതുള്ളൊരു മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എപ്പിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ്റെ നമ്മുടെ കാർഡിൽ നമ്മുടെ വോട്ടർ ID കാർഡ് അതിനുള്ള നമ്പറാണ് ഈ EPIC എപ്പിക് എന്ന് പറയുന്നത്. എപ്പിക് നമ്പർ ഡയറക്റ്റ് അടിച്ച് നമുക്കത് സെർച്ച് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും ഈസി. അതായത് നമ്മുടെ എന്തായാലും നമ്മുടെ കയ്യിൽ വോട്ടിങ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വോട്ടർ ID കാർഡ് ഉണ്ടാവും. അപ്പോൾ അതിലത്തെ നമ്പർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ക്യാപ്ചർ അടിച്ചു കൊടുക്കുക, അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഡീറ്റെയിൽസ് കൊണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ നമ്പർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബൈ ഡീറ്റെയിൽസ് കൊടുക്കാം. അതായത് നിങ്ങളുടെ പേരും സർനെയിമും ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, റിലേറ്റീവ്, അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം, ഫാദേഴ്സ് നെയിം, അങ്ങനെ ജെൻഡർ, ഇതൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് നേരിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ ക്യാപ്ച ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്ചയും അതേപോലെ തന്നെ സ്റ്റേറ്റും അതേപോലെ തന്നെ എൻ്റെ നമ്പറും, അതായത് വോട്ടർ ID കാർഡ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ പേര്, സൈസ്, ഏജ്, അതേപോലെ തന്നെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എടുത്ത ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ പോളിംഗ് സ്റ്റേഷൻ ഏതാണ്, അതേപോലെ തന്നെ എവിടെയാണ്, അതേപോലെ തന്നെ അസംബ്ലി കൗൺസിൽ, അങ്ങനെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പേര് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ നോ റിസൾട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരില്ല എന്നതിൽ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രലിലുള്ള നമ്മുടെ പേരിൻ്റെ ഒന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഏർപ്പെടുത്തുക. അപ്പോൾ അടിപൊളി കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.